മതേതര സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കുമെന്ന് നയം വ്യക്തമാക്കി ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. മതാധിഷ്ഠിത സിവിൽ കോഡല്ല, മതേതര സിവിൽ കോഡാണ് രാജ്യത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ വേദനയോട് ഓർക്കുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हम 2047 विकसित भारत का लक्ष्य प्राप्त कर सकते हैं अगर 40 करोड़ देशवासी अपने पुरुषार्थ से, अपने समर्पण से, अपने त्याग से, अपने बलिदान से आजादी दे सकते हैं, आजाद भारत बना सकते हैं. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ അസന്നിഗ്ധമായാണ് പ്രധാനമന്ത്രി നയം വ്യക്തമാക്കിയത്. മതാധിഷ്ഠിതമല്ല, മതേതര സിവിൽ കോഡാണ് രാജ്യത്തിന് ആവശ്യം. अब समय की मांग है कि देश में एक सेकुलर सिविल कोड हो. हमने कम्युनल सिविल कोड में 75 साल बिताए हैं. अब हमें सेक्युलर सिविल कोड की तरफ जाना होगा और तब जाकर के देश में धर्म के आधार पर जो भेदभाव हो रहे हैं, सामान्य नागरिक को जो दूरी महसूस होती है, उससे हमें मुक्ति मिलेगी. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ അന്തസ്സുയർത്തി. മൂന്നാം തവണ അധികാരത്തിലെത്താൻ അവസരം നൽകിയ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പ്രകാശിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി. 11ാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. വരുന്ന വർഷങ്ങളിൽ തന്റെ സർക്കാരിന്റെ കർമ്മപരിപാടി എന്തായിരിക്കും എന്നതിലെ നയപ്രഖ്യാപനം കൂടി ഇത്തവണ പ്രധാനമന്ത്രി നടത്തി. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24.